ഈ പറയുന്ന പെൺകുട്ടിയുടെ പേര് 98 തവണയേറ്റ ഉപയോഗിക്കുന്നുണ്ട്. അതും മാറ്റണമെന്നേ. സിനിമയുടെ പേര് മാത്രമല്ല, സിനിമയ്ക്കകത്ത് അത് ആ പേര് പ്രയോഗിക്കുന്ന ഭാഗം മുഴുവൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സിനിമയുടെ മുഴുവൻ ഭാഗങ്ങളും തന്നെ ഒഴിവാക്കുക എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ എത്ര കോടികളുടെ നഷ്ടമാണ്. ഇത് ഒരു രസകരമായൊരു കാര്യം, ഈ സിനിമയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ തന്നെ BJPയുമായി അടുത്ത ആളാണ്. സിനിമയിലെ പ്രധാനപ്പെട്ട നായക കഥാപാത്രമായി വരുന്ന ആൾ സഹമന്ത്രിയാണ്. അപ്പോൾ അവർക്ക് പോലും ഇതിൽ രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഇത് എവിടേക്കാണോ പോകുന്ന ഒരു വിഷയമാണ് വരുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയെ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു സിനിമയുടെ ആളുകൾ. അപ്പോൾ പറയുന്നത് നിങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകൂ, അതേ വഴിയുള്ളൂ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിന് പോലും വിലയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോടതിയിൽ ശക്തമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നെറ്റ്ഫ്ലിക്സിൽ ഒരുപാട് സീരീസ് വരാറുണ്ട്, നല്ല കൃത്യമായ രാഷ്ട്രീയം പറയുന്ന BJP വിരുദ്ധ ഒരുപാട് സീരീസുകൾ വന്നിരുന്നു. അത് ഒരു ഘട്ടത്തിൽ അത് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം അതിലും കത്രിക വന്നു. അപ്പോൾ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനെ ഈ BJP അധികാരത്തിൽ വന്ന ശേഷം ഏതൊക്കെ തരത്തിലാണ് ഇടപെടൽ വരുന്നത് എന്ന്. അപ്പോൾ ഈ പേരിടാൻ എന്ന് മാത്രമല്ല, കഥ തിരഞ്ഞെടുക്കുന്നതിലും സിനിമ പറയുന്നതിലും എല്ലാം ശ്രദ്ധിക്കേണ്ടി വരുന്നല്ല, ഭയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഭയക്കെന്ന് വെച്ചാൽ അങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നതല്ല, ബുദ്ധിമുട്ടിക്കുമെന്നുള്ളതാണ്. പൈസ കൊണ്ട് ബുദ്ധിമുട്ടിക്കും, ആ ജോലി വെറുതെ ആകുന്നു. ഇപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നത്? കോടതി രക്ഷ എന്ന് പറയുമ്പോൾ കോടതിയിൽ നിന്നും അതിൽ രക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സിനിമ പോയല്ലോ.